മുനമ്പത്തെ മുൻനിർത്തി വഖഫ് ഭേദഗതി നിയമത്തിൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണച്ച കേരളത്തിലെ അടക്കമുള്ള കത്തോലിക്ക സഭകൾക്ക് അപമാനമായി മാറുകയാണ് മധ്യപ്രദേശിലെ ജബൽപൂരിൽ രണ്ട് മലയാളി കത്തോലിക്ക വൈദികർക്ക് നേരെ വിശ്വ ഹിന്ദു പരിഷത്ത് ബജ്രംഗ് ദൾ പ്രവർത്തകർ പോലീസിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ അതിക്രമം. ഇപ്പോൾ മുനമ്പം വിഷയത്തെ മുൻനിർത്തി വഖഫ് ഭേദഗതി നിയമത്തിന് പിന്തുണ പ്രഖ്യാപിച്ച സിറോ മലബാർ സഭ അടക്കമുള്ള ക്രിസ്ത്യൻ സഭകൾ ഇതിനെ അപലപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. സംഭവങ്ങളുടെ തുടക്കം മാർച്ച് 31 മധ്യപ്രദേശിലെ BJP തുടർച്ചയായി മൂന്നാം വട്ടവും ഭരിക്കുന്ന ക്രിസ്ത്യാനികൾക്കെതിരായ അതിക്രമങ്ങൾ ഓരോ വർഷം കഴിയുന്തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മധ്യപ്രദേശിലെ ജബൽപൂർ അതിരൂപതയ്ക്ക് കീഴിലെ മാൻല ഇടവകയിലെ കത്തോലിക്ക വിശ്വാസികൾ 2025 ജൂബിലിയുടെ ഭാഗമായി ഒരു യാത്ര സംഘടിപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഈ യാത്ര മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇവർ സഞ്ചരിച്ച വാഹനം വിശ്വ ഹിന്ദു പരിഷത്ത് ബജ്രംഗ് ദൾ പ്രവർത്തകർ തടയുകയും ഇവർ മതപരിവർത്തനം നടത്തുകയാണെന്ന് ആരോപിച്ച് ഇവരെ ആക്രമിക്കുകയും പോലീസിനെ വിളിച്ചു വരുത്തി ഈ ബസ് അടക്കം ഇവർ സഞ്ചരിച്ച വാഹനമടക്കം ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ ഇവരുടെ നിയമസഹായത്തിനടക്കമായി എത്തിയ ജബൽപൂർ അതിരൂപതയിലെ രണ്ട് മലയാളി വൈദികരായ ഫാദർ ഡേവിസ് ജോർജിനും ഫാദർ ജോർജ് തോമസിനുമാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ബജ്രംഗ് ദൾ ഭീകരവാദികളിൽ നിന്നും ഭീകരമായ ഒരു ആക്രമണം നേരിടേണ്ടി വന്നത്. രണ്ട് മലയാളി വൈദികർക്ക് അതിക്രമം നേരിട്ടതോടെ സിറോ മലബാർ സഭയടക്കം പതിവ് അപലപന പത്രക്കുറിപ്പുമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. എന്തായാലും മധ്യപ്രദേശിൽ ഈ സംഭവിച്ചത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല. ഈ കഴിഞ്ഞ ക്രിസ്ത്യൻ വിശ്വാസികളുടെ ആഘോഷമായ ക്രിസ്മസിന്റെ സമയത്ത് വൻതോതിൽ ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെയും കരോൾ സംഘങ്ങൾക്ക് നേരെയും മധ്യപ്രദേശിൽ അതിക്രമം അരങ്ങേറിയിരുന്നു. മധ്യപ്രദേശിൽ മൂന്നാം വട്ടവും BJP സർക്കാർ അധികാരത്തിലെത്തിയതോടെ മധ്യപ്രദേശിലെ മതപരിവർത്തന നിയമമടക്കം ശക്തമാക്കിയതിന് പിന്നാലെ ക്രിസ്ത്യൻ സംഘടനകളെ, ക്രിസ്ത്യൻ വികാരികളെ, പാസ്റ്റർമാരെ മതപരിവർത്തനം ആരോപിച്ച് ആക്രമിക്കുന്നത് മധ്യപ്രദേശിൽ ഒരു പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്. 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്ന വർഷം യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരായ അതിക്രമം വെറും 151 കേസുകൾ മാത്രമായിരുന്നുവെങ്കിൽ 2024 10 വർഷത്തെ മോദി ഭരണത്തിന് കീഴിൽ നമ്മൾ വന്നു നിൽക്കുമ്പോൾ ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരായ അതിക്രമം 834 വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 2023 100 കേസുകൾ വർദ്ധിച്ചാണ് 2024 834 രേഖപ്പെടുത്തപ്പെട്ട ക്രൈസ്തവ അതിക്രമങ്ങൾ ഇന്ത്യയിൽ അരങ്ങേറിയത്. ഇന്ത്യയിൽ BJP സർക്കാരുകൾ പല സംസ്ഥാനങ്ങളിലും അധികാരത്തിലെത്തിയതിന് പിന്നാലെ മതപരിവർത്തനം നിർബന്ധിതമായി നടത്തുന്നത് തടയുക എന്ന പേരിൽ മതപരിവർത്തനത്തെ തന്നെ പൂർണ്ണമായും തടയിടുന്ന മതപരിവർത്തന നിരോധന നിയമങ്ങൾ നടപ്പിലാക്കുകയുണ്ടായി. ഈ നിയമങ്ങളുടെ പേരിൽ ഉത്തർപ്രദേശിലടക്കം നിരവധി ക്രിസ്ത്യൻ വൈദികരാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുള്ളത്. പലപ്പോഴും ബൈബിൾ കൈവശം വെച്ചു എന്ന കുറ്റം ആരോപിച്ചു പോലും ക്രിസ്ത്യൻ വികാരികളും പാസ്റ്റർമാരും അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഉത്തരേന്ത്യയിൽ ഒരു സ്ഥിരം സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ 2024 ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ അതിക്രമങ്ങൾ അരങ്ങേറിയത് BJP 2016 മുതൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിൽ 209 അതിക്രമങ്ങളാണ് അരങ്ങേറിയതെന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന സംഘടന സാക്ഷ്യപ്പെടുത്തുന്നു. ഛത്തീസ്ഗഡ് ആണ് രണ്ടാം സ്ഥാനത്ത്. 2023 BJP അധികാരത്തിൽ തിരികെ എത്തിയ ഛത്തീസ്ഗഡിൽ 165 അതിക്രമങ്ങളാണ് ക്രിസ്ത്യാനികൾക്ക് നേരെ അരങ്ങേറിയിരിക്കുന്നത്. എന്തായാലും മുനമ്പത്തെ മുൻനിർത്തി കേരളത്തിലെ അടക്കമുള്ള കത്തോലിക്ക സഭകൾ BJP സർക്കാരിന് വഖഫ് ഭേദഗതി നിയമത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച് നാവ് വായിലേക്ക് ഇടുന്നതിന് മുൻപാണ് മറ്റൊരു അതിക്രമ വാർത്തയെ അപലപിച്ചുകൊണ്ട് കുറിപ്പിറക്കേണ്ടി വരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ക്രിസ്ത്യാനികൾക്കെതിരായി മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്കെതിരായി പൊതുവിൽ ഇന്ത്യയിൽ അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം പാർലമെന്റ് ലഭിച്ചൊരു മറുപടി സൂചിപ്പിക്കുന്നത് 2022 വരെയുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ദളിതർക്കെതിരായ അതിക്രമങ്ങളും
ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ്. BJP സർക്കാർ അധികാരത്തിലെത്തിയത് മുതൽ ന്യൂനപക്ഷങ്ങളുടെയും ദളിതരുടെയും അവസ്ഥ ഭീകരമായ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് ഇടിഞ്ഞു താഴുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും കേരളത്തിൽ മുനമ്പം വിഷയത്തെ മുൻനിർത്തി BJP സർക്കാരിന് വഖഫ് ഭേദഗതി നിയമത്തിൽ പിന്തുണ പ്രഖ്യാപിച്ച കത്തോലിക്ക സഭയ്ക്കുള്ള തിരിച്ചടിയാണ് ഈ ജബൽപൂരിലെ സംഭവമെന്ന് പറയേണ്ടിയിരിക്കുന്നു.